Bro, come first. Bro, it's easy. 4-stroke engine. ഹേ ഫോക്സ്, വെൽക്കം ബാക്ക്. നമ്മൾ അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് യൂട്യൂബിലേക്ക് ചാടിയിട്ടുണ്ട്. യൂട്യൂബ് അങ്ങനെ ഒരുപാട് നമ്മൾ നോക്കിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്രീഡം ഇല്ല എന്നുള്ളൊരു അവസ്ഥയാണ് യൂട്യൂബിനുള്ളത്. സോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് യൂട്യൂബിലേക്ക് വന്നിട്ടുണ്ട്. പൈസ ഇല്ല, അത് വേറൊരു കാര്യം ഇൻസ്റ്റാഗ്രാമിൽ. സോ അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്നോട് ഒരുപാട് പേര് ചോദിച്ചു ഇന്ത്യയിലെ ഏറ്റവും വേസ്റ്റ് ബൈക്ക് ഏതാണ്. ഞാൻ പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വേസ്റ്റ് ബൈക്ക് എന്ന് പറയുന്നത് ഇവനെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഹീറോ ഹോണ്ട എന്ന് പറയുന്നൊരു സാധനം 90s അത് കഴിഞ്ഞോ നമ്മുടെ മനസ്സിലേക്ക് കുത്തിവെച്ച് എന്ന ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ നമ്മൾ അംഗനവാടികളിലും സ്കൂളിലും ഒക്കെ മാമായും സ്വന്തക്കാരും ഒക്കെ കൊണ്ടാക്കാൻ വേണ്ടി കൊണ്ടുപോയി നമ്മുടെ മനസ്സിലേക്ക് കുത്തിവെച്ച് എന്നൊരു ഇഞ്ചക്ഷനാണ് ഈ സാധനം എന്ന് പറയുന്നത്, ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ പ്ലസ്. ഒരുപാട് പേര് ചീത്ത വിളിക്കാൻ വേണ്ടി കമന്റ് ബോക്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചീത്ത വിളിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നില്ലായിരിക്കും. വീഡിയോ എടുക്കാൻ വന്നപ്പോഴത്തേക്ക് നായടമോ ഞങ്ങളെ ഹെൽമെറ്റ് ഒന്ന് എടുത്തു കളഞ്ഞ് പോയിരിക്കുന്നുണ്ടാണ്. 90s കിഡ്സിന്റെ വികാരം എന്ന് പറയുന്നുണ്ടെങ്കിൽ ജെൻസികളൊക്കെ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ബ്രോ, ഹൗ യു ഫീൽ സ്പ്ലെൻഡർ ബ്രോ? Bro, it's a vigaram, bro. It's a vigaram. ഒരുപാട് പേര് മിറേഴ്സ് ചേഞ്ച് ചെയ്ത് അതുപോലെ ഷോക്ക് ഭയങ്കരമായിട്ട് പൊക്കി SD വീൽ ബേസ് ഒക്കെ ഇട്ട് റിമ്മൊക്കെ ഇട്ട് ഭയങ്കരമായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. നമ്മളെ ഇരിക്കുന്നത് സ്പ്ലെൻഡർ പ്ലസ് എന്ന് പറയുന്ന ഒരു വണ്ടിയാണ്. അതായത് സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് സ്പ്ലെൻഡർ പ്ലസ്, പ്രോ അങ്ങനെ കുറേ സാധനം വന്നിട്ടുണ്ടെങ്കിലും സ്പ്ലെൻഡർ എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ തമിഴ്നാട്ടുകാരനും മലയാളിക്കും കന്നഡക്കാരനും എല്ലാവർക്കും ഒരേ ഒരു വികാരമേ ഉള്ളൂ, റിലയബിലിറ്റിയുടെ അങ്ങേയറ്റം. 10ാം ക്ലാസ്സും കഴിഞ്ഞ് +2 കഴിഞ്ഞ് എല്ലാം സമ്പാദിക്കാൻ തുടങ്ങിയിട്ടും വേറുള്ള വണ്ടികൾ വന്നിട്ടും ഇവനെ സ്വന്തമാക്കണമെന്നുള്ളൊരു ആഗ്രഹം കൂടി വന്നു. പിന്നെ എപ്പോഴും അതിനെ അങ്ങ് മറന്നു കഴിഞ്ഞപ്പോഴാണ് ജോലിക്ക് പോകാനുള്ള ആവശ്യത്തിനായിട്ട് നമ്മുടെ ഏറ്റവും അടുത്തൊരു ചേട്ടൻ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് യൂസ് ചെയ്യാൻ ഇവനെ തന്നു. അന്നോട്ടെ ആഗ്രഹിക്കുന്നതാണ് ഒരു വീഡിയോ ചെയ്യണമെന്ന്. പണ്ടോട്ടെ ഉള്ളൊരു സാധനമാണ്. എന്നോ ഇൻസ്റ്റാഗ്രാം തുടങ്ങി, എന്ന് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നോ അന്ന് ഫസ്റ്റ് വീഡിയോ ഇവന്റെ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ്. പക്ഷെ എന്തുകൊണ്ടോ സ്പ്ലെൻഡർ പ്ലസോ അല്ലെങ്കിൽ സ്പ്ലെൻഡറോ നമുക്ക് യൂസ് ചെയ്യാൻ ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പോഴാണ് ഇതിനെ യൂസ് ചെയ്യാൻ കിട്ടുന്നത്. ഈ വണ്ടിയുടെ ഓരോ സ്ഥലങ്ങളിലും ഹീറോ ഹോണ്ടയുടെ സിഗ്നേച്ചർ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ക്ലാസിക് ആയിട്ടുള്ള CD100 നോക്കിയാലും അതുപോലെ തന്നെ ഈ സ്പ്ലെൻഡർ നോക്കിയാലും അതുപോലുള്ള വേറുള്ള വണ്ടികൾ നോക്കിയാലൊക്കെ ഇവർ സിഗ്നേച്ചർ ആയിട്ട് കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഞങ്ങൾക്ക് മാത്രം മതി ഈ സാധനം, നിങ്ങൾ കൊണ്ടുപോകണ്ട, വേറെ ആരും കൊണ്ടുപോകണ്ട എന്ന് പറയുന്നൊരു സാധനം ഇവർ കൊടുത്തിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ ഹാൻഡിൽ എന്ന് പറയുന്നത്. ആ ഹാൻഡിലിൽ നമ്മൾ ആ സീറ്റിലേക്ക് കയറിയിരുന്ന് ആ ഹാൻഡിൽ യൂസ് ചെയ്ത് പോകുമ്പോൾ കിട്ടുന്ന ഒരു സുഖം വേറെ ഒരു സാധനത്തിലും കിട്ടത്തില്ല മോനെ. 400cc അല്ല, 500cc അല്ല, ഏത് വണ്ടി ഓടിച്ചാലും സ്പ്ലെൻഡറിന്റെ തട്ട് താണ് തന്നെ ഇരിക്കും. അവരവരുടെ ചൈൽഡ്ഹുഡ് ഡ്രീമിലുള്ള ഒരു ബൈക്കിനെ പറ്റി പറയാൻ കാണും. ബുള്ളറ്റ് ആയിരുന്നു എന്റെ ചൈൽഡ്ഹുഡ് ഡ്രീമിലുള്ള ഏറ്റവും ഫസ്റ്റ് വന്ന വണ്ടി. അത് കഴിഞ്ഞ് എന്നെ അംഗൻവാടിയിൽ മാമ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന കവാസാക്കി കാലിബർ എന്ന് പറഞ്ഞിട്ടൊരു വണ്ടി ഉണ്ടായിരുന്നു. അതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു ഡ്രീം ബൈക്ക് എന്ന് പറഞ്ഞാൽ. ഞാനും പെങ്ങളും ഒക്കെ ഡ്രീം ബൈക്കായിട്ട് വെച്ചിരുന്ന ഒരു സാധനമാണ് കവാസാക്കി കാലിബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കവാസാക്കി കാലിബറിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീറ്റർ കൺസോൾ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഇപ്പൊ ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള അനലോഗ് ഡിസ്പ്ലേയിൽ വരുന്ന, അനലോഗായിട്ട് വരുന്ന സാധാരണ ഒരു മീറ്ററാണ് ഇവിടെ ഉള്ളത്. നമ്മളിതിങ്ങനെ കീ ഓൺ ആക്കുന്ന സമയത്ത് സാധാരണ വണ്ടികളിൽ നമ്മൾ ഇനി ഫുള്ളി പോയാലും നമ്മൾ പറയും ഇച്ചിരി കഴിയുമ്പോൾ അത് തീരും. പക്ഷെ സ്പ്ലെൻഡറിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അത് ഫുള്ളാക്കി കഴിഞ്ഞാൽ അത്യാവശ്യം വേണമെങ്കിൽ ഇന്ത്യ തന്നെ ട്രാവൽ ചെയ്യാന്ന് പറയാം. ചുമ്മാ പറഞ്ഞാൽ തെള്ളി വിട്ടാണ് ഇന്ത്യ ഒന്നും ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല, എന്നാലും പറ്റും, അത്യാവശ്യം ദൂരം പോകാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 100cc നമുക്ക് ആവശ്യമായിട്ടുള്ള പവർ എല്ലാം തന്നുകൊണ്ട് ഹീറോ ഹോണ്ട ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രം വെച്ചുകൊണ്ട് എന്നാൽ ഒരു കാലത്ത് നമ്മളെ മനസ്സിൽ നിന്ന് പോവാത്ത രീതിയിൽ ഒരു സാധനത്തിനെ പടച്ചു വിട്ടാണ് ഹീറോ ഹോണ്ട എന്ന് പറയുന്നത്. അത് കുറെ നാൾ കഴിഞ്ഞപ്പോൾ സ്പ്ലെൻഡർ പ്ലസ് ആയും സ്പ്ലെൻഡർ പ്രോ ആയൊക്കെ നമ്മളെ മുന്നിൽ വന്നപ്പോഴും നമ്മളിപ്പോഴും പഴയ ജനറേഷൻ വണ്ടികൾ, നിറത്തിൽ കുഞ്ചാക്കോബൻ യൂസ് ചെയ്തിരുന്ന വണ്ടികൾ, അങ്ങനത്തെ വണ്ടികളൊക്കെ നമ്മൾ ഇപ്പോഴും എത്രയോ രൂപകൾ കൊടുത്തിട്ടാണ് ജെൻസികൾ അത് തിരിച്ചു പിടിക്കുന്നതെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ചൊക്കെ അതിന്റെ ആ ഒരു സ്ട്രെങ്ത് എന്താണ്. എന്റെ നൊസ്റ്റാൾജിക് ഡ്രീംസും സ്റ്റോറീസും ഇവിടെ തീരുന്നില്ല. ഞാനിങ്ങനെ അലഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ സ്റ്റോറീസ് നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നാൽ ഞാനത് നമ്മളുടെ അക്കൗണ്ടിൽ ഇടുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ, ബൈ.